അയ്യോ ഇത്ര നേരം ഞാൻ രാവിലെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത് സെയിം ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെയുള്ള ഇതൊക്കെയാണ് സ്ഥലമാണ്. ഇതെല്ലാം ബൊഫയും മറ്റേ ഇങ്ങനെ എല്ലാം ഈ ഷോപ്പെല്ലാം ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള. അപ്പം അതിൻ്റെ പോക്കിമോൻ കളക്ഷനിൽ നിന്ന് അതിന് പോക്കിമോൻ കാർഡ് വേണമെന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി വന്നേക്കണേണ്. ഒരു പോക്കിമോൻ ഫാൻകാരനാണ് ഇവിടെ നിൽക്കണത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഓടുകയാണ് അതും. പോപ്പായച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ കളറുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലാസ് വേഗസ് അല്ല വേറെ സ്ഥലങ്ങളിലാണ് പോയത്. അപ്പോൾ അതത്തിന് അതുകൊണ്ട് കണ്ടുപിടിച്ചു അതും കടകളൊക്കെ. ടാറ്റു ഷോപ്പും മറ്റേ എന്താണ് കാസിനോസൊക്കെ. എനിക്ക് ഉറപ്പാണ് വേണ്ട. അതിനെന്തായാലും ടെസ്റ്റ് ചെയ്തോളാം. നിന്റെ കണ്ണ ടെസ്റ്റ് ചെയ്തോളാം. എങ്ങനെ അത് കടയുടെ മുന്നിലെത്തി. എല്ലാരും പേടിക്കണം. നീ വിശന്നേ നീ കഴിക്കേ വേണ്ടേ? Adam. Papa. Papa. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഐ ഹോപ്പ് ഈ പോണതിൻ്റെ ഫോട്ടോ സെക്ഷൻ. ഇങ്ങനെയാണ് സിനിമാക്കാരെടുക്കുന്നത്, മനസ്സിലായല്ലേ? അപ്പോഴാണ് നിൽക്കാം. നിനക്ക് അന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടുത്തെ നല്ല സ്ട്രിപ്സ് മറ്റേക്കാട്ടും ഇഷ്ടപ്പെട്ടു? ഇത് രണ്ട് കണ്ട് പിന്നെ ഇത് ബുക്ക് ഒരു ഫോർക്ക് സിറപ്പ് വന്നില്ലേ അവിടെ? വേറെ സിറപ്പ് ആണോ? കാജുക്കാണ് സിറപ്പുണ്ട്. ഇപ്പൊ
അതെയോ? നീ വേണോ? ഫുഡൊക്കെ കഴിച്ച് സന്തോഷവാനായിട്ടിരിക്കുന്ന 2 കുട്ടികൾ. ആ ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ നല്ലായിരിക്കുമല്ലോ. ആ നിങ്ങളുടെ ലാസ് വേഗാസിന്റെ ഈന്തപ്പഴം മരം കണ്ട് കാരക്ക അതിന്റെ താഴെ ഈന്തപ്പഴവും കാരക്ക കിടക്കാണ്ട് ഇത് കാണാൻ പറ്റണ്ട. കണ്ട ഈന്തപ്പഴം, അങ്ങനെ ഈന്തപ്പഴം, ലാസ് വേഗാസിന്റെ ഈന്തപ്പഴം. ഇവിടെ വരെ എത്തോ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ കടകളൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. 9 മണി ആയതേ ഉള്ളൂ. ഇവിടെ കടകൾക്ക് 9:30-10 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. ഞങ്ങളങ്ങനെ അമേരിക്കയിലെ ബെസ്റ്റ് ബൈയിൽ വന്നേക്കാണ്. ഒരു സർപ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. അത് ഞാൻ പറയുന്നില്ല ആർക്കാണ്. കെട്ടിയതിന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു സാധനം വേണം എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ മേടിച്ചു കൊടുത്തേക്കാന്നൊക്കെ ഓർത്ത്. അല്ല അത് അപ്പൊ ഞങ്ങൾ ഇക്കാക്കാനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ട് കെട്ടിയവന് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാണ്. നമ്മളെ ബുക്ക് മേടിക്കുന്നതാണ്, നമ്മുടെ മാക്ബുക്ക് എയർ. അപ്പൊ അതില് കൺഫ്യൂഷൻ ആയിരുന്നു. ഇവർക്ക് കളർ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് ആദ്യം ഫൈനലൈസ് ചെയ്തൊരു കളറ്. ഏത് കളർ ആദ്യം ഫൈനലൈസ് ചെയ്ത് കാണിച്ചിട്ട് കിട്ടി. വളരെ സന്തോഷമായിട്ട് ആ മാക്ബുക്ക് എയറിനെ ചുറ്റിപ്പറ്റി അതിൽ കൂടെ നടക്കുകയാണ്. അങ്ങനെ കെട്ടിയൊരു സർപ്രൈസ് കൊടുക്കാതെ തന്നെ വന്നപ്പോൾ അതാ മോൻ ഇവിടെ എത്തിയപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങണം എന്ന് പറഞ്ഞ് അവനൊരു ലാപ്ടോപ്പ് നോക്കുന്നതാണ് ഈ കാണുന്ന സെക്ഷൻ. കാക്കാക്ക് മാക്ബുക്ക് പ്രോ എയർ മേടിക്കാന്ന് പറഞ്ഞിട്ട് മാക്കും മേടിക്കാം, അവനൊരു ക്രോം ബുക്കും മേടിക്കാന്നൊക്കെ പറഞ്ഞിറങ്ങി. ലാസ്റ്റ് എത്താ ഫിൻലൻഡില് ഞാൻ നോക്കിയപ്പോ വീണ്ടും ഓഫർ വന്നു. വീണ്ടും ഓഫർ എന്ന് വെച്ചാൽ അങ്ങനെ എന്താണ് ക്രോം ബുക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ അതിന് അതേ ആഗ്രഹം കൊടുത്തതിന് ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് കംപ്ലൈന്റ് ആയ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഫിൻലൻഡിൽ ചെന്ന് മേടിച്ചതാന്ന് പറഞ്ഞതിന്റെ സങ്കടാസുക്കൾ വന്ന് കണ്ണൊക്കെ ചോപ്പിച്ച് വെച്ചേക്കുവാണ്. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ 11 മണിയായി. ഫുഡടിയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വീണ്ടും കയറി. അവൻ ശ്രദ്ധിച്ചില്ല ഓട്ടമായിരുന്നു മോഹം പോയത്. ഇനി ഞങ്ങളുടെ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കണം. എന്നിട്ടാണ് അടുത്ത പരിപാടികൾക്ക് എന്തൊക്കെ പോകണമെന്ന് ആലോചിക്കുന്നത്.
ഇതന്നെ കറക്റ്റാ. ഇന്ന് ക്ഷീണിച്ചു. ക്ഷീണം മാറുമ്പോഴത്തേക്ക് വീട്ടിലെത്തും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ പുതിയ സ്ഥലം തേടി നടക്കുകയാണ്. എന്നാ കൊക്കക്കോള ഷോപ്പിൽ പോവാന്ന് പറഞ്ഞ് റെഡിയായി ഇറങ്ങി എല്ലാവരും. കസിനോ ഫ്ലോർ കണ്ടു നിങ്ങൾ. ഇതാണ് ലാസ് വേഗാസിലെ കസിനോ ഫ്ലോർ. ഞങ്ങളുടെ ഹോട്ടലിന്റെ അടുത്ത് തന്നെയുള്ള വേറൊരു കസിനോ കൂടിയാണ്. അപ്പോൾ രണ്ട് യുവാക്കളെ കണ്ടു. ഒരു കുഞ്ഞു യുവാവാണെങ്കിൽ വളരെയധികം കൗതുകത്തോടെ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അവിടുന്ന് ഇങ്ങനെ പൊങ്ങി മീൻസ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് എടുക്കാനുള്ള ഇത് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. തണുപ്പും വെയിലും രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു ക്ലൈമറ്റ്. ഇപ്പം അവിടെ പുതിയൊരു ബേസ്ബോളിൻ്റെ എന്താണ് സ്റ്റേഡിയം വരുവാണ്. അതിൻ്റെ പരിപാടിയാണ് റൈറ്റ് സൈഡിൽ നടക്കുന്നത്. നല്ലതാണ്. നോക്കല്ലേ ഇവിടം തൊട്ട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടാണ്. ഞങ്ങളുടെ 3 പേരുടെയും ഫോട്ടോഷൂട്ട് ആണ് ഇവിടം തൊട്ട് ചെയ്തേക്കുന്നത്. വീഡിയോ എടുക്കാനുള്ള സ്റ്റിക്കൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സെൽഫി ഫോട്ടോഷൂട്ടാണ് എടുത്തത് ഇവിടം തൊട്ട്. ഇഷ്ടേതാ? സീറോ ഷുഗറാണോ ഇഷ്ടം? ഏത് പടം വേണ്ടത്? എന്റെ പേര് ഇഷ്ടമുള്ള എഴുതിട്ട് കാര്യമില്ല. അതന്നെ എഴുതാൻ പറ്റും നോക്കാം. സ്പേസ് ഇടാനായിട്ടാ ഞാനിങ്ങനെ താഴെ ഇടാൻ പറ്റേ. അത് ഞങ്ങളുടെ കൂടെ എഴുതണ്ടേ?
ഞാൻ വീഡിയോ എടുക്കാൻ നിങ്ങളുടെയൊക്കെ. അടുത്ത കൊച്ചെഴുതുന്നു. അടുത്ത കൊച്ചിന്റെ പേര് സ്വന്തം മോനാണ്. എന്റെ പേര് ഏതാ പറഞ്ഞപ്പോ അവൻ പറയാനേ ആദം എന്ന് പറഞ്ഞു. അതൊന്നും മാത്രമല്ലല്ലേ, അതാണ് ഷംനാണല്ലേ, അതല്ലേ? റെഡ് കംപ്ലീറ്റ് ഓർഡർ. ആദമിന്റെ കൊച്ചു കൊച്ചു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ലാസ് വേഗാസ് വരെ എത്തി അല്ലേ ആദം? കൊക്കക്കോളയുടെ ഷോപ്പിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞ് ഈ കാക്കയുടെ വക ഡാൻസ് ആയിരുന്നു കൊക്കക്കോള കടയിലിരുന്ന്. ഇത് ശരിക്കും വാപ്പാക്കാണോ മേടിക്കുന്നത് മോനാണോ മേടിക്കുന്നത്? ഹാപ്പി ട്രിക്കടാ, ടെൻഷൻ അടിക്കാ, റിലാക്സ്. അറിയാം. കാണാൻ പറ്റോ? അറ്റത്തൊക്കെ കാണാൻ പറ്റുമോ? കാണിച്ചു. ആ ലൈറ്റ് വന്നപ്പോഴാ Let's get a sticker on there for you guys. Thank you. മേടിച്ചോ? Is that your name? You spelled it right? Yeah? There you go. Thank you. ഇതൊന്നും ഡിസ്പ്ലേ ഒന്നുമില്ല. മാർക്കാ
get happy. You just have to bring this stuff. ഇനി ഞങ്ങൾ M&Mൻ്റെ ഷോപ്പിൽ കയറണതാണ്. ഇത് M&Mൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. പിള്ളേരൊക്കെ കരച്ചിലാണല്ലോ. കേട്ടോ നിന്റെ ഇഷ്ടം, കുഴപ്പമൊന്നുമില്ല. അത് കഴിച്ചോ. രണ്ടൊന്നാ ഇങ്ങനെ അതിൻ്റെ അടുത്ത ആഗ്രഹം, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. എല്ലാ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കൂടി വലിയ ആഗ്രഹങ്ങളായിട്ട് ഈ M&M പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. Attention, M&M Las Vegas shoppers. We are so excited to have you at our chocolate walk today. Just a few friendly reminders in order to help us create a better and more sustainable world. Please pull on those handles slowly. Those M&Ms can come out quite quickly. In addition, folks, please be aware we do not return, reuse, or otherwise recycle. അങ്ങനെ അത് M&M ഫ്ലോർസ് ഉണ്ടെന്നാ പറഞ്ഞേ. അതാണെങ്കിൽ ഫ്ലോർ രണ്ടായതേ ഉള്ളൂ വിചാരിച്ചാണ് നടക്കുന്നത്. ഒരു കൊക്കക്കോള കവറും ഒരു M&M കവറുമായിട്ട് അത് മുന്നോട്ട് നീങ്ങുന്നു. അവരെ ചാടി വന്നതായിരുന്നു വൈകുന്നേരം. എന്നാൽ പിന്നെ കുറച്ച് M&Mനെ കണ്ടപ്പോൾ എന്നാൽ പോസ് ചെയ്യാന്ന് പറഞ്ഞ് വീണ്ടും പോസിങ് തുടങ്ങി. ഫോട്ടോഷൂട്ടായിരുന്നു. ഒരു 5-6 പിക്ചറൊക്കെ എടുത്തു കേട്ടോ. ആദ്യം ഞങ്ങൾ രണ്ടുപേരും എടുത്തു, പിന്നെ ഒരാൾ ഞങ്ങൾക്ക് എടുത്തു തന്നു, പിന്നെ ബാക്കിയെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ എടുത്തു. കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തായിരുന്നു. ആ ഫോട്ടോഷൂട്ടാണ് നിങ്ങളെല്ലാം കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലി പിക്ചറും അത് കഴിഞ്ഞിട്ട് ഞാനും അതും എടുത്തല്ലോ. ഇനി പിന്നെ ഇക്കാക്കായ അതും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇക്കാക്കായ അതും എടുത്തു. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ ഫോട്ടോഷൂട്ട് എടുത്തായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പതുക്കെ ഇറങ്ങി എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് ഇറങ്ങാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലിഫ്റ്റ് പോയപ്പോൾ അതും പേടിച്ച് അങ്ങനെ കൊക്കക്കോളയും കഴിഞ്ഞു, M&Mഉം കഴിഞ്ഞു. അടുത്ത സ്ഥലത്ത് ഇരുട്ടിലേക്ക് പോയി. ഏതൊരു സ്ഥലത്ത് ഇറങ്ങി. മാർഷൽസ് ആയത്.
കാണിക്കുന്ന 2 കുട്ടികൾ. കൈട്ടെടുത്തോ അത് പൊടിച്ചു പൊടിച്ചോ. എങ്ങനെയാ പൊട്ടിക്കണേ? എങ്ങനെയാ പൊട്ടിക്കണേ? ഇവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് വലിയ വശമൊന്നുമില്ല. ആയിട്ട് ഞാൻ അങ്ങ് പൊക്കി ആ ഇതിൽ പിടിച്ച് പൊക്കിക്കോ. ഓക്കെ, നമുക്ക് കൊക്കക്കോള ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കൊക്കക്കോള കുടിക്കാം. അതെ, ജീവിതത്തിൽ ആദ്യമായി കൊക്കക്കോള കുടിക്കുന്ന കുട്ടി. എന്താ ബബിള്? ഇഷ്ടപ്പെട്ടോ? ബബിളാണെന്ന് പറ്റില്ല. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്താണ് ഇത്ര റിയാക്ഷൻ? ബബിള് കുടിച്ചേക്കടാ. ആ ബബിള് മറ്റേ അവന് മറ്റേ ഇത് കൂടാതെ ബബിള് ഗ്യാസ് ട്രൈ ചെയ്ത് എന്തിനാ കൊച്ചിനെ കള്ളോട് തീരുമാനം ട്രൈ നോക്കട്ടെ. ഇപ്പോഴുണ്ടോടാ? ട്രൈ നോക്ക്. ആ ബബിളൊക്കെ പോയിട്ടുണ്ടോ? ബബിൾ കുടിച്ച് ആദ്യമായി കൊക്കക്കോള കുടിച്ച് ആദം എന്ന് എഴുതി ആദത്തിന്റെ കൊക്കക്കോള കുടിക്കുന്ന ആദം കുട്ടി. വേണ്ട കുടിക്കണ്ട. ആദ്യമായി കുടിക്കുന്ന ബബിള് പോയിട്ടില്ല. ഗ്യാസ് പോയിട്ട് കുടിച്ചിട്ട് അതിലെന്താണ് സ്പെഷ്യൽ? പോയില്ല. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിന്റെ വേറൊരു എൻട്രൻസ്. ആദ്യം ഞങ്ങളുടെ ഹോട്ടലിന്റെ എന്താണ് മുൻവശത്തിന് എന്താ പറയണ, മുൻവശത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നു. നൃത്ത ചൂടുകൾ വെക്കുവാണ് ആദ്യം. ഡാൻസ് കളിക്കുവാണോ എന്ന്. ബിരിയാണി ഓർഡർ ചെയ്യണം. ആദ്യത്തിന്റെ ഉച്ചക്കത്തെ ലഞ്ചാണ്.